ഗൈസ്, അപ്പോൾ മാറിവാനീസ് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് പലരും ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഇവിടെ അഡ്മിഷൻ കിട്ടുന്നതെന്നാണ്. അപ്പോൾ അതായത് ഇപ്പം നമ്മൾ ഗൂഗിളിൽ മാറിവാനീസ് അഡ്മിഷൻ എന്ന് അടിച്ച ഒരു പോർട്ടൽ കിട്ടും. അതിൽ പോയി അവർ പറയുന്ന കാര്യങ്ങളൊക്കെ രജിസ്റ്റർ ചെയ്താൽ മതി. പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ അറിയാതെ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക്, ഇപ്പോൾ എക്സാമ്പിൾ കഴിഞ്ഞ വർഷം ഞാനിപ്പോൾ അവിടെ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റ് ആണ്, ഇനിയിപ്പോൾ സെക്കൻഡ് ഇയർ ആകാൻ പോകണം. അപ്പോൾ കഴിഞ്ഞ വർഷം ഞാനവിടെ അപ്ലൈ ചെയ്ത സമയത്ത് എനിക്കൊരു ചെറിയ മിസ്റ്റേക്ക് പറ്റി. ഞാൻ ഒരു സർട്ടിഫിക്കറ്റിൻ്റെ കാര്യം എൻ്റർ ചെയ്യാൻ വിട്ടുപോയി. അപ്പം നമ്മൾ അവരെ ഒരു അതിലൊരു കോൺടാക്ട് നമ്പർ കാണും. അതിൽ വിളിച്ചു പറഞ്ഞാൽ നമ്മൾ ആ കാര്യം പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇമെയിൽ അയച്ചാൽ മതി. ഇമെയിൽ അയച്ചാൽ അവരപ്പം തന്നെ അത് എഡിറ്റ് ചെയ്ത് കറക്റ്റ് ആകും. അപ്പോൾ അങ്ങനെയൊന്നും വേറെ പ്രശ്നമില്ല. ഇത്തവണ ഇങ്ങനെ ആണെന്ന് അറിഞ്ഞോളാണ്. ഇത്തവണ 4 ഇയർ ഡിഗ്രി പ്ലാൻ അങ്ങനെ എന്തോ ആണ്. എനിക്ക് അതിനെക്കുറിച്ച് വലിയ ഐഡിയ ഇല്ല. അപ്പം എൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ അവിടെ BA ജേർണലിസം ആണ്, മാസ് കമ്മ്യൂണിക്കേഷൻ ആണ്. എനിക്ക് അതിന് ഒരു എൻട്രൻസ് ടെസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അവിടെ BCom ഓഡിറ്റ് ചെയ്യേണ്ട, അങ്ങനെ BComൻ്റെ ഇതിനും ഒരു എൻട്രൻസ് ടെസ്റ്റ് ഉണ്ട്. ഇനി ഈ വർഷം മുതൽ എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ. പിന്നെ നമുക്കവിടെ സെലക്ട് ആയ അവിടെ ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞൊരു സെക്ഷൻ കാണും. അതായത് BA ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ സ്റ്റുഡൻസിനൊക്കെ ഈ എൻട്രൻസ് ടെസ്റ്റിൻ്റെ അന്ന് തന്നെ ഒരു ഇൻ്റർവ്യൂ കാണും. പക്ഷെ അല്ലാതെ സെലക്ട് ചെയ്തൊരു ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് ആ ഇൻ്റർവ്യൂ അല്ല, ക്വസ്റ്റ്യൻ ചോദിച്ചുള്ള ഇൻ്റർവ്യൂ അല്ല. നമ്മുടെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ചെക്ക് ചെയ്യണത്, അഡ്മിഷൻ എടുക്കുന്നതാണ് സംഭവം. അപ്പം അതിന് നിങ്ങൾ കൊണ്ടുവരുന്ന ഡോക്യുമെൻറ്റ്സ് എന്തെന്നൊക്കെ വെച്ചാൽ ഞാൻ കമൻറ്റ് ബോക്സിൽ ഇടാം, അത് ഞാൻ പിൻ ചെയ്ത് വെച്ചിരിക്കാം. പിന്നെ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ താഴെ വന്ന് കമൻറ്റ് ഇട്ടാൽ മതി, ഞാൻ എന്തിനും റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടുത്തെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാം. പിന്നെ ഇവിടെ സാധാരണ എപ്പോഴും 95% മുകളിലുള്ളവരെയാണ് എടുക്കുന്നത്. പിന്നെ മാനേജ്മെൻറ്റ് കോട്ട വഴി പോകാൻ താല്പര്യമുള്ളവർ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ അതിൽ മാനേജ്മെൻറ്റിൻ്റെ ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. പിന്നെ അതിന് മുമ്പ് തന്നെ മെയിനായിട്ട് മാനേജ്മെൻറ്റ് എടുക്കാൻ താല്പര്യമുള്ളവർ എൻ്റെ ഒരു ഇതിൽ ഇപ്പം തന്നെ കോളേജുകാരെ ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക, പ്രിൻസിപ്പളിനെ, അല്ലെങ്കിൽ അവിടുത്തെ ഏതെങ്കിലും നമ്പർ കാണുക, അല്ലെങ്കിൽ കോളേജിൽ പോയി അന്വേഷിക്കുക. കാരണം നിങ്ങളത് പിന്നെ ഡിലേ ആക്കിക്കൊണ്ടിരുന്ന അവസാനം എല്ലാം കഴിഞ്ഞ് ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. കാരണം കഴിഞ്ഞ വർഷം എൻ്റെ കുറേ ഫ്രണ്ട്സ് കോളേജൊക്കെ സ്റ്റാർട്ട് ചെയ്ത ശേഷമാണ് മാനേജ്മെൻറ്റ് നോക്കി. അപ്പം പിന്നെ അത് നടക്കൂല. കാരണം മാനേജ്മെൻറ്റിനായാലും എല്ലാത്തിനും കുറച്ച് സീറ്റേ ഉള്ളൂ. അത് ഫില്ലായാൽ പിന്നെ എന്തൊക്കെ ചെയ്തിട്ടും കാര്യമില്ല. പിന്നെ 95% ആണ് അവിടെ എപ്പോഴും പറയുന്നത്. പിന്നെ എനിക്ക് 91.3% ആയിരുന്നു. എനിക്ക് പിന്നെ വന്നിട്ട് ഞാൻ +1 +2 ജേർണലിസമാണ് പഠിച്ചത്. അപ്പോൾ അതിൻ്റെ ഒരു ഇതൊക്കെ വെച്ചാണ് എനിക്ക് കിട്ടിയത്. അതും ഞാൻ കിട്ടുമെന്ന് വിചാരിച്ചിരുന്നില്ല, പക്ഷെ ഇവിടെ കിട്ടി. പക്ഷെ ഇവിടെ അഡ്മിഷൻ കിട്ടുന്നത് കുറച്ച് പാടാണ്, മെറിറ്റ് വഴി കിട്ടുന്നത് കുറച്ച് പാടാണ്. നമുക്ക് നല്ല മാർക്സ് ഉണ്ടെങ്കിലേ കിട്ടൂ. പിന്നെ സെൽഫ് ഫിനാൻസ് ഇത്തവണ എനിക്ക് എങ്ങനെയാണ് ഈ 4 ഇയർ ഡിഗ്രി പ്ലാനിനെ കുറിച്ച് എനിക്ക് വലിയ ഐഡിയ ഇല്ല. പക്ഷെ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് എൻ്റെ അടുത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് ഇടാവുന്നതാണ്. കാരണം എനിക്ക് പരിചയമുള്ള ആരെങ്കിലും അടുത്തൊക്കെ ചോദിച്ച് അതിനെക്കുറിച്ചുള്ള കറക്റ്റ് കാര്യം നിങ്ങൾക്ക് തരുന്നതാണ്. അപ്പോൾ നിങ്ങൾ വേണ്ട ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ കമൻറ്റ് ബോക്സിൽ ഇടാം. പിന്നെ ജൂലൈയിൽ ആരംഭിക്കുമെന്നാണ് തോന്നുന്നത്. എനിക്ക് കഴിഞ്ഞ വർഷം ജൂലൈ 19 അവിടെ ക്ലാസ് തുടങ്ങിയത്. പിന്നെ ഞാനിപ്പോൾ മെയിനായിട്ട് പറയാൻ വന്നത് ഇപ്പോൾ അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇപ്പം തന്നെ അവിടെ പോയി അഡ്മിഷൻ അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർ അഡ്മിഷൻ അപ്ലൈ ചെയ്യാൻ നോക്കുക. അപ്പം ഞാൻ അതിൻ്റെ ലിങ്ക് ഇപ്പോൾ കമൻറ്റ് ബോക്സിൽ ഇടാം. ഞാൻ ഈ സർട്ടിഫിക്കറ്റ്സ് കമൻറ്റ് ബോക്സിൽ ഇടാം, അല്ലാതെ ഈ അഡ്മിഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അപ്പോൾ ബൈ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ബോക്സിൽ വന്ന് ഇടുക, മറക്കല്ലേ. എല്ലാവരും ഒരു മടി കൂടാതെ ഇടുക, ഞാൻ അപ്പോൾ റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ ബൈ. ഗൈസ്, പിന്നെ നിങ്ങൾ എന്തൊക്കെ സർട്ടിഫിക്കറ്റ്സ് ആണ് കൊണ്ടുപോകേണ്ടതെന്നുള്ള ഡീറ്റെയിൽസ് ഞാൻ കമൻറ്റ് ബോക്സിൽ ഇടാം. പിന്നെ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ ചോദിക്കാം, അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാ ഐ ഡിയിൽ വന്നിട്ടായാലും ചോദിക്കാം. ഞാൻ ഇൻസ്റ്റാ ഐ ഡി കമൻറ്റ് ബോക്സിലും ഇടാം, പിന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇൻസ്റ്റാ ഐ ഡി ഇടാം. അപ്പോൾ ബൈ ഗൈസ്.